എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങളെയും അങ്ങയുടെ കൂടെ വസിക്കുവാൻ യോഗ്യരാക്കണമേ. ഓരോ നിമിഷത്തിലും വചനത്തിൻ്റെ ശക്തിയെ അയച്ച് അങ്ങയോട് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇമ്മാനുവേലായ ദൈവമേ, ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമേ, അങ്ങയോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയ്ക്കായി നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം 37 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു മഹാപുരുഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് മറ്റാരുമല്ല, പഴയ നിയമത്തിലെ യൗസേപ്പ് തന്നെ. യാക്കോബിൻ്റെ മകനായ യൗസേപ്പ്. യൗസേപ്പിൻ്റെ ജീവിതം വിശുദ്ധ വെളിപാടുകളിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ 4 പ്രധാന ദുരന്തങ്ങളും, എന്നാൽ ആ 4 ദുരന്തങ്ങളെയും അതിജീവിക്കുന്ന അതിപ്രധാനമായ 4 അനുഗ്രഹങ്ങളെയുമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അത് ഒരു പരിധിവരെ യൗസേപ്പിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ മാത്രമായി പരിഗണിക്കപ്പെടാനാവില്ല. അത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിഭിന്നങ്ങളായ മുഖങ്ങളായി മാത്രം വേണം കരുതപ്പെടുവാൻ. മനുഷ്യജീവിതം അഭിമുഖീകരിക്കേണ്ടി വരുന്ന 4 വിധ ദുരന്തങ്ങളും, എന്നാൽ പ്രത്യാശയോടെ കർത്താവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവന് ഈ 4 ദുരന്തങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെയുമാണ് യൗസേപ്പിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വെളിപാട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേത് 37 അധ്യായത്തിൽ 12 വചനത്തിൽ നാം കാണുകയാണ് യൗസേപ്പിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ആദ്യത്തെ ദുരന്തം. ആ ദുരന്തം ഇതാണ്: അവൻ വിൽക്കപ്പെട്ടു, സ്വന്തം സഹോദരങ്ങളാൽ കച്ചവടം ചെയ്യപ്പെട്ടു, വിൽക്കപ്പെട്ടു. അസൂയയും വെറുപ്പും കാരണം സ്വന്തം സഹോദരങ്ങൾ അവനെ വിറ്റ് ഉപേക്ഷിച്ചു. ലാഭം കരുതി അവനെ വിറ്റുപേക്ഷിച്ചു. ഇതൊരു പരിധിവരെ ഒരു മനുഷ്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബന്ധങ്ങളിൽ നിന്നുമുള്ള അന്യമാകലിനെ സൂചിപ്പിക്കുകയാണ്. മലിനമായി പോകുന്ന ബന്ധങ്ങൾ, വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു കഴിഞ്ഞാൽ മലിനമായി പോകുന്ന ബന്ധങ്ങളിൽ നിന്ന് ഓരോരുത്തരും വേദനയോടെ വിറ്റ് മാറ്റപ്പെടുകയാണ്, വിൽക്കപ്പെടുകയാണ്, വിറ്റ് മാറ്റിവയ്ക്കപ്പെടുകയാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ആദ്യ ദുരന്തം അതാണ്. രണ്ടാമത് 39 അധ്യായം 9ഉം 10ഉം വചനങ്ങളിൽ നാം വായിക്കുന്നു, അവനെ തന്ത്രപൂർവം ഒരാൾ ചതിക്കുകയാണ്. ഹിസ് ചീറ്റഡ്. തന്ത്രപൂർവം ഒരാൾ ചതിക്കുകയാണ്. ചതിക്കുന്നത് ആരാണ്? പൊത്തിഫറിൻ്റെ ഭാര്യ. തന്നോടുകൂടെ ശയിക്കുവാൻ പൊത്തിഫറിൻ്റെ ഭാര്യ യൗസേപ്പിനെ നിർബന്ധിക്കുമ്പോൾ
അവൻ കുതറി, എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെയൊരു ഹീന പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുതറി ഓടുമ്പോൾ അവൻ്റെ പുറംകുപ്പായം അവൾ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ സഹായത്താൽ അവനെ അവൾ ചതിക്കുകയാണ്. ഈസ് ചീറ്റഡ്. യൗസേപ്പ് ചതിക്കപ്പെട്ടു പൊത്തിഫറിന്റെ ഭാര്യയാൽ. ചതിക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിൻ്റെ നൊമ്പരവും പേറിയാണ് തുടർന്ന് യൗസേപ്പിൻ്റെ ജീവിതം മുൻപോട്ട് നീങ്ങുക. നമ്മുടെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്രതീക്ഷിതമായി, അവിശ്വസനീയമാവണ്ണം, അപ്രതീക്ഷിതമാവണ്ണം നമ്മളും ഓരോരുത്തരും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചതിക്കപ്പെടുകയാണ്. അത് ആകർഷണങ്ങളാലാവാം, സ്വാധീനങ്ങളാലാവാം, സഹോദരങ്ങളാലാവാം, അധികാരികളാലാവാം, സ്വന്തം കൂടപ്പിറപ്പുകളാലാവാം. ചതിക്കപ്പെടുകയാണ്. ഇതാണ് യൗസേപ്പിന് അനുഭവിക്കേണ്ടി വന്ന രണ്ടാമത്തെ ദുരന്തം. മൂന്നാമത്തേത് നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോയുടെ പാനപാത്രവാഹകൻ, അവന് യൗസേപ്പ് വലിയൊരു ഉപകാരം ചെയ്തു കൊടുത്തിരുന്നു. എന്തായിരുന്നു ആ ഉപകാരം? അവൻ്റെ സ്വപ്നം യൗസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതവന് രക്ഷയായി. എന്നാൽ മറുപടിയായി അവൻ ചെയ്തതോ തന്ത്രപൂർവം യൗസേപ്പിനെ മറന്നുകളഞ്ഞു. ഹീസ് ഫോർഗോട്ടൻ. തന്ത്രപൂർവം, ടാക്ട്ഫുള്ളി ഫോർഗോട്ടൻ, തന്ത്രപൂർവം മറന്നുകളയുകയാണ്. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന മൂന്നാമത്തെ ദുരന്തം ഇതാണ്. തന്ത്രപൂർവം അവൻ മറയ്ക്കപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു. സ്വന്തം പ്രിയപ്പെട്ടവരുടെയും സ്നേഹിക്കുന്നവരുടെയും പ്രിയപ്പെട്ട ജീവിത സാഹചര്യങ്ങളുടെയും മുൻപിൽ ഇങ്ങനെ മറക്കപ്പെട്ടവരായി മാറുന്ന ദുരവസ്ഥ നമ്മുടെയും ജീവിതത്തെ വേട്ടയാടിയിട്ടുണ്ട്. നാലാമത്തെ ഒരു ദുരന്തമുണ്ട് യൗസേപ്പിന് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതെന്തായിരുന്നു? അവൻ ഒഴിവാക്കപ്പെട്ടു. ക്രൂവലി അവോയ്ഡഡ് ബൈ ഫറവോ അവനെ ക്രൂരമായി ഉപേക്ഷിച്ചു, അവനെ പരിഗണിക്കാതെ വിട്ടു. ഈ 4 വേദനകളാണ് യഥാർത്ഥത്തിൽ യൗസേപ്പ്, പഴയ നിയമത്തിലെ യൗസേപ്പിന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഒന്നോർത്തു നോക്കുക, ഈ 4 വേദനകളും ഞാനും നീയും ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൻ്റെ മേഖലകളെ സ്വാധീനിക്കുന്ന ദുരന്തങ്ങളായി നമുക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഒരമ്മച്ചി എനിക്കറിയാം, 5 മക്കളുണ്ട്, 4 ആണും 1 പെണ്ണും. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതാണ്. അമ്മച്ചി സ്വന്തമായിട്ട് വീട്, 2 ഏക്കർ സ്ഥലം, നല്ല കൃഷിഭൂമി, എല്ലാ വിളവുകളുമുള്ള പറമ്പ്, വീട്. 4 ആൺമക്കളുടെയും 5ാമത്തെ മകളുടെയും കല്യാണം കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ കുടുംബങ്ങളുമായി അവരവരുടെ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥിരതാമസമാക്കി. ഭവനത്തിൽ അമ്മ ഒറ്റയ്ക്കുമായി. അപ്പൻ നേരത്തെ മരിച്ചുപോയി. ഈ അമ്മ ഒറ്റയ്ക്കായി. ഈ അമ്മ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഒരു ദിവസം ആവശ്യപ്പെട്ടു, അച്ഛ, എന്നെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കണം. അത് അച്ഛൻ തന്നെ കൊണ്ടുപോയി ആക്കണം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇരിക്ക്, നമുക്ക് സംസാരിക്കാം. അപ്പം അമ്മച്ചി അവിടെ ഇരുന്നു. എന്നിട്ട് ഓരോ മക്കളുടെയും കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഇരുന്ന് വിതുമ്പി. കഴിഞ്ഞ ക്രിസ്മസ് കാലം ഡിസംബർ 23-ാം തീയതി ഈ അമ്മച്ചി 5 മക്കളെയും ഫോൺ ചെയ്ത് വിളിച്ചു. 5 മക്കളും കുടുംബസമേതം വരണം, ഇവിടെ വന്നിട്ട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീട്, സ്വത്ത്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്കായി വീതിക്കണം.
എന്ന് പറയാൻ വേണ്ടി 5 മക്കളെയും വിളിച്ചു. 25-ാം തീയതി രാവിലെ എല്ലാവരും വരണമെന്ന് പറഞ്ഞു. 5 മക്കളും വന്നില്ല. ആരും ഫോൺ ചെയ്ത് അന്വേഷിക്കുക പോലും ചെയ്തില്ല. തീർത്തും ഒറ്റപ്പെട്ട അമ്മച്ചി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു, എനിക്ക് ഒരു വൃദ്ധസദനത്തിൽ പോകണം. ഞാൻ അന്വേഷിച്ചു ഒരു സ്ഥലം കണ്ടെത്തി. പക്ഷെ ഞാൻ ആ സ്ഥലം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചിയുടെ ഒരു സഹോദരൻ അമ്മച്ചിക്ക് വേണ്ടി മറ്റൊരു സ്ഥലം കണ്ടെത്തിയിരുന്നു. ഞാനിത് പറയാൻ കാരണം, ആ അമ്മച്ചി ഇങ്ങനെ വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി ഓരോ മക്കളെയും വിളിച്ചു. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാമോ, താമസിപ്പിക്കാമോ എന്ന് ചോദിച്ചു. മക്കൾ അമ്മച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എണ്ണി പറയുകയാണ്. 1, അമ്മച്ചിക്ക് ചില കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം. 1, അമ്മച്ചി ആരെയും ഫോൺ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ആരെയെങ്കിലും ഫോൺ ചെയ്താൽ അമ്മച്ചിക്ക് ആ ഫോണിൽ അവരോട് സംസാരിക്കാം. 2, അമ്മച്ചിയെ കാണാൻ ഇവിടെ ആരും വരാൻ പാടില്ല. ഞങ്ങളെ ആരെങ്കിലും കാണാൻ വന്നാൽ അമ്മച്ചിക്ക് അവരെ കാണാം. 3, ഞങ്ങളുടെ അനുവാദമില്ലാതെ അമ്മച്ചിക്ക് എങ്ങും പോകാൻ പാടില്ല. ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം അമ്മച്ചിക്ക് പോകാം. ഇത്രയുമാണ് നിബന്ധന. ഒന്നുകൂടിയുണ്ട്, ഭക്ഷണം. അമ്മച്ചിക്ക് പ്രത്യേകമായി ഭക്ഷണം തരാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തോ അത് മാത്രമേ അമ്മച്ചിക്ക് തരാൻ പറ്റൂ. ഈ നിബന്ധനകളെല്ലാം അമ്മച്ചി ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വസ്ഥമായ കുടുംബജീവിതത്തിൽ തടസ്സമാകാൻ ഞാൻ വരില്ല. ജനുവരി ആദ്യ ആഴ്ചയിൽ വീട് അടച്ചുപൂട്ടി അമ്മച്ചി ഒരു വൃദ്ധസദനത്തിലേക്ക് പോയി. 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ എന്നെ ഫോൺ വിളിക്കും. പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു വിടണം എന്നെ. ഞാൻ അമ്മച്ചിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഓരോ മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 5 മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഓരോ മക്കളുടെയും പേര് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് മുത്തുമണികൾ പോലെ കണ്ണുനീരിറ്റിറ്റ് വീണു. എൻ്റെ കയ്യിലെ തൊലി പൊള്ളുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഒരമ്മയുടെ ഒരു മാതൃത്വത്തിൻ്റെ വേദന മുഴുവൻ നീർത്തുള്ളികളായി എൻ്റെ കൈവെള്ളയിൽ, എൻ്റെ കൈപ്പത്തിയിൽ പതിച്ചപ്പോൾ എനിക്കിത് താങ്ങാവുന്നതിനും അപ്പുറത്തായി. പക്ഷേ എല്ലാ മക്കളെയും എൻ്റെ പള്ളിയുടെ മുൻപിൽ നിന്ന് അനുഗ്രഹിച്ച് ആശീർവാദം വാങ്ങിയ അമ്മ ഇന്ന് സന്തോഷത്തോടെ ആ വൃദ്ധസദനത്തിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ ഔസേപ്പിൻ്റെ രൂപം വരികയാണ്. വിറ്റുപോയവൻ, സ്വന്തം സഹോദരങ്ങളുടെ വെറുപ്പും വൈരാഗ്യവും കൊണ്ട് വിൽക്കപ്പെട്ടവൻ, അനീതിക്ക് വേണ്ടി വഞ്ചിക്കപ്പെട്ടവൻ, ചതിക്കപ്പെട്ടവൻ, മറവിയിൽ ഒളിക്കപ്പെട്ടവൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏടുകളിൽ ഇതിൻ്റെ ഏറിയും കുറഞ്ഞുമുള്ള സാന്ദ്രതയിൽ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷേ ഓർക്കണം, ഇവിടെയാണ് ദൈവം യൗസേപ്പിലൂടെ ലോക ജനതയ്ക്ക് മുൻപിൽ നൽകുന്ന വെളിപാടുകൾ. വചനം പറയുന്നു, വചനം കൃത്യമായി പ്രതിപാദിക്കുന്നു, ദൈവം യൗസേപ്പിനോട് കൂടെയുണ്ടായിരുന്നു. ദൈവം യൗസേപ്പിനോട് കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് 4 കാര്യങ്ങളാണ്, 4 ദുരന്തങ്ങൾക്ക് മറുപടിയായി 4 അനുഗ്രഹങ്ങളാണ് ഈ യൗസേപ്പിൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ മുൻപിലേക്ക് ദൈവം വെളിപ്പെടുത്തുന്നത്. 1, ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ സഹോദരങ്ങളിലേക്കും തലമുറയിലേക്കും പങ്കുവയ്ക്കുന്നതിന് അവൻ ഒരു മാധ്യമമായി മാറി. He became a means for God to share his blessings upon his generation. അവൻ്റെ തലമുറയുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന്, ദൈവത്തിന്
ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതിന് ഇവൻ ഒരു ഉപകരണമായി മാറി. ഇവനെ ദൈവം ഒരു ഉപകരണമാക്കി. അതാണ് ആ ദുരന്തത്തിന് മറുപടിയായി ദൈവം കൊടുത്ത ആദ്യ അനുഗ്രഹം. രണ്ടാമത്, അവൻ യാതൊരു കഴിവുമില്ലാതെ അധികാരികളുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടവൻ. He became a successful man because God was with him. ദൈവം യൗസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്ത കർമ്മങ്ങളിലും പറഞ്ഞ വാക്കുകളിലുമെല്ലാം യൗസേപ്പ് വിജയിയായി മാറി. അവൻ്റെ പരിശ്രമങ്ങൾ ദൈവകൽപ്പിതമായി മാറി. അവൻ്റെ പരിശ്രമങ്ങളെല്ലാം ഫലമണിഞ്ഞു. അവൻ്റെ ഓരോ പരിശ്രമങ്ങളും ദൈവികമായ ഫലമണിഞ്ഞു. മൂന്നാമത്തേത്, ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ സ്നേഹമായി മാറി. 39 അധ്യായം 21 പറയുന്നു, God showed his steadfast love in his life. ദൈവം തൻ്റെ അചഞ്ചലമായ സ്നേഹം യൗസേപ്പ് വഴിയായി യൗസേപ്പിൻ്റെ സഹോദരങ്ങൾക്ക് മുഴുവനും, ആ തലമുറയ്ക്ക് മുഴുവനും, ഇസ്രായേൽ ജനത്തിന് മുഴുവനുമായി പങ്കുവച്ചു. ദൈവസ്നേഹത്തിൻ്റെ ഉപകരണമായി യൗസേപ്പ് മാറി. ദൈവസ്നേഹത്തിൻ്റെ ഉപകരണമായി യൗസേപ്പ് മാറി. വീണ്ടും നാലാമത്തെ അനുഗ്രഹം, he became the means for God's prosperity. ദൈവകാരുണ്യത്തിൻ്റെ സമൃദ്ധി യൗസേപ്പിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഇങ്ങനെ 4 അനുഗ്രഹങ്ങളാണ് 4 ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ യൗസേപ്പിന് ദൈവം നൽകിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ നാം ഒറ്റപ്പെടുമ്പോൾ, ചതിക്കപ്പെടുമ്പോൾ, വിൽക്കപ്പെടുമ്പോൾ, മറവിയിൽ ഒഴിവാക്കപ്പെടുമ്പോൾ, ഉപേക്ഷിച്ച് മാറ്റപ്പെടുമ്പോൾ ദൈവം അവിടെയൊക്കെ എനിക്കും നിനക്കും വേണ്ടി ഉചിതമായ നന്മകൾ നൽകുവാൻ, ഉചിതമായ അനുഗ്രഹങ്ങളുടെ ഉറവിടമാക്കുവാൻ, ഉചിതമായ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. എൻ്റെ വേദനയുടെ, ഞാൻ ചതിക്കപ്പെട്ട നിമിഷങ്ങളിൽ എൻ്റെ സത്യം അറിയുവാനും എൻ്റെ ഹൃദയ പരമാർത്ഥത അറിയുവാനും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ ഉള്ളിൽ പ്രകടമാവുക. എനിക്കൊരു സഹോദര വൈദികനെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു മുതിർന്ന വൈദികനുമായി സംഘർഷത്തിലായി. മാനസികവും വാക്കാലും മനസ്സിനാലും ഇവർ തമ്മിലുള്ള സംഘർഷം പെരുകി. ആ ബന്ധം വഷളായി. ക്ഷമിക്കുവാനോ പരിഗണിക്കുവാനോ പരിഹരിക്കുവാനോ സാധ്യമാകാത്ത വിധം അവർ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. എന്നാൽ അതിനുശേഷം ഏതു രീതിയിലും പകരം ചെയ്യണം, പകരം വീട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി യുവ വൈദികൻ കുറെ നാളുകളോളം കാത്തിരുന്നു. അവസരങ്ങൾ നോക്കി കാത്തിരുന്നു, അവസരം പാർത്തിരുന്നു. എവിടെ അവസരം കിട്ടിയാലും അതുപയോഗിച്ച് എനിക്ക് പറ്റിയ മുറിവിന് പരിഹാരം ചെയ്യണം, പകരം വീട്ടണം എന്ന പ്രതികാര ചിന്തയോടെ നാളുകൾ കഴിച്ചുകൂട്ടി. അനുകൂലമായ ഒരു അവസരവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹം തൻ്റെ തിരുപട്ടാഭിഷേകത്തിൻ്റെ വാർഷിക ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട യൗസേപ്പിൻ്റെ രൂപം തെളിഞ്ഞു വരികയാണ്. അമ്മയുടെ മുൻപിലിരുന്ന് ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട യൗസേപ്പിൻ്റെ രൂപം തെളിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അവൻ്റെ മനസാക്ഷിയെ വല്ലാതെ പ്രകമ്പനം കൊള്ളിച്ചു. അവൻ വലിയൊരു തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളിലേക്കും അനുഭവത്തിലേക്കും അവൻ പ്രവേശിക്കുകയായിരുന്നു. യൗസേപ്പ് എന്തു ചെയ്തു?
പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ടും വ്യാപാരികൾക്ക് അവനെ വിറ്റ് ഉപേക്ഷിച്ചിട്ടും ഈ യൗസേപ്പ് ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചുവോ? ഏതെങ്കിലും രീതിയിൽ തന്നെ ഉപദ്രവിച്ചവരോട്, ദ്രോഹിച്ചവരോട്, ഉപേക്ഷിച്ചവരോട്, കൊല്ലാൻ ശ്രമിച്ചവരോട് പ്രതികരിച്ചുവോ? ഇല്ല. അവിടെ കിണറ്റിൽ വീണ യൗസേപ്പിനെ കുറിച്ച് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം ജനിക്കുകയാണ്. പരിശുദ്ധ അമ്മ, മകനെ, നീ എൻ്റെ മകൻ്റെ പുരോഹിതനാണ്. പരിശുദ്ധ അമ്മയുടെ രൂപം ഈ യുവ പുരോഹിതൻ്റെ, യുവ വൈദികൻ്റെ മനസാക്ഷിയിൽ ഇങ്ങനെ മന്ത്രിക്കുകയാണ്. മകനെ, എൻ്റെ മകൻ്റെ പുരോഹിതനാണ് നീ. എൻ്റെ മകൻ അപമാനിക്കപ്പെട്ടതും കുരിശിലേറിയതും കല്ലറയിലടക്കം ചെയ്യപ്പെട്ടതും എല്ലാം സംഭവിച്ചത് കൊണ്ടാണ് നീ ഇന്ന് പുരോഹിതനായി ദൈവത്തിൻ്റെ, അവൻ്റെ സഭയിൽ, എൻ്റെ മകൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അവൻ എണീറ്റ് നിന്നു. അമ്മയുടെ രൂപത്തിന് മുമ്പിൽ എണീറ്റ് നിന്നു. അവനിട്ടിരുന്ന ലോഹയിൽ കൈകൊണ്ട് പിടിച്ചു നോക്കി. അതെ, കുരിശിൽ മരിച്ചവൻ നൽകിയ അഭിഷേകത്തിൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം, അതാണ് ഈ വെള്ള വസ്ത്രം. ആ ബോധ്യത്തിൽ അന്ന് അമ്മയുടെ മുൻപിൽ വീണ്ടും മുട്ടുകുത്തി അവൻ മാപ്പ് ചോദിച്ചു. അവിടെ നിന്ന് അവൻ തിരുസക്രാരിയിലേക്ക് കണ്ണുകൾ ഉയർത്തി മാപ്പ് ചോദിച്ചു, പ്രാർത്ഥിച്ചു. കുമ്പസാരിച്ചതിന് ശേഷമാണ് അന്ന് അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇന്ന് അത്ഭുതകരമായ വചനപ്രഘോഷണ രംഗങ്ങളിലും വചന ശുശ്രൂഷാവേദികളിലും അവൻ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നീയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വിൽക്കപ്പെടാം, ചതിക്കപ്പെടാം, ഉപേക്ഷിക്കപ്പെടാം, മാറ്റി നിർത്തപ്പെടാം, നിന്ദിക്കപ്പെടാം, അപമാനിക്കപ്പെടാം. പക്ഷേ ഏത് തിന്മയെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം പകരത്തിനുമേൽ പകരമായി, അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയായി, നന്മയുടെ അനുഭവമായി, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സമൃദ്ധിയായി നമ്മുടെ അന്തരാളങ്ങളിലേക്ക് പെയ്തിറങ്ങും. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, യൗസേപ്പിനെ പോലെ ജീവിതത്തിൻ്റെ ദുരന്തമുഖത്ത് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എൻ്റെ മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും അന്തരാളങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പെയ്തിറങ്ങണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ചൈതന്യം നൽകണമേ. കുറവുകളെ പരിഹരിക്കണമേ. അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യത്താലും സ്നേഹത്താലും കാരുണ്യത്താലും നിറയ്ക്കണമേ. അമ്മേ മാതാവേ, മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.